147 കോടി ഇന്ത്യൻ ജനങ്ങളുടെയും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ രാജ്യം തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിക്കപ്പുറം മറ്റൊരു രാഷ്ട്ര നേതാവ് രാജ്യത്തിൻ്റെ വിദേശകാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് 100% തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ. ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി സാമ്പത്തിക കരാറുകളിൽ ഏർപ്പെടുമ്പോൾ ആ കരാറുകളുടെ വിശദാംശങ്ങൾ അറിയിക്കുന്ന വാർത്താ സമ്മേളനം രണ്ടുപേരും ചേർന്ന്, രണ്ട് രാഷ്ട്രത്തലവന്മാരും ചേർന്നാണ് പുറത്തുവിടുന്നതെങ്കിൽ ഒരു രാഷ്ട്രത്തലവൻ നമ്മുടെ രാജ്യത്തിൻ്റെ വൈദേശികമായ കരാറുകളെ പറ്റി ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കയറ്റുമതി ഇറക്കുമതി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മറ്റൊരു രാജ്യത്തിന് ഇടപെടാൻ അവകാശമില്ല എന്ന് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പരമാധികാര രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്നും വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും അതാത് രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണെന്നിരിക്കെ, നോക്കൂ, മറ്റൊരു രാജ്യം 7 കടലുകൾക്കപ്പുറമുള്ള ഒരു രാജ്യത്തിൻ്റെ അധിപൻ അവിടെ നിന്ന് പറയുകയാണ്, ഇന്ത്യ ഇനി മുതൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ പാടില്ല, ഇനി അവർ ചെയ്യില്ല എന്ന് എന്നെ അറിയിച്ചിരിക്കുന്നു. പകരം അവർ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യേണ്ടത് വെനിസ്വേലയിൽ നിന്നായിരിക്കണം, അതിൻ്റെ വില ഞങ്ങൾ തീരുമാനിക്കും. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ രാജ്യം ഇന്ത്യയിലേക്ക് ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 5000 കോടി ഡോളറിൽ നിന്നും 50,000 കോടി ഡോളറിലേക്ക് ഇറക്കുമതി വർദ്ധിപ്പിക്കും. എന്നാൽ ആ ഇറക്കുമതി വിഷയത്തിൽ ഇന്ത്യക്ക് 0% ചുങ്കം ഏർപ്പെടുത്താനേ അവകാശമുണ്ടായിരിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ത്യക്കാരുടെ വിഭവങ്ങൾ ഞങ്ങൾ വാങ്ങും, പക്ഷേ ഞങ്ങൾ അതിന് മുകളിൽ 18% നികുതി ഏർപ്പെടുത്തുമെന്ന്. നോക്കൂ, നമ്മുടെ പരമാധികാര രാജ്യത്തെ 147 കോടി ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെ മറ്റൊരു രാജ്യത്തിൻ്റെ അധിപൻ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ജനാധിപത്യപരമായി അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ മറ്റൊരു രാജ്യത്തിന് തീരെഴുതുന്ന അവസ്ഥയിലേക്ക് ഇതാ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യം റഷ്യയിൽ നിന്നായിരുന്നു ക്രൂഡ് ഓയിൽ 2022 മുതൽ വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ വാങ്ങിയെടുക്കുന്നതിലൂടെ ഒരു ബാരലിൽ നിന്ന് ഏകദേശം $13 കുറവ് ലഭിച്ചുകൊണ്ടിരുന്നു. രാജ്യത്ത് ആവശ്യമായ ക്രൂഡ് ഓയിലിൻ്റെ 30 മുതൽ 35% വരെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഒറ്റ കാരണത്താൽ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കുറഞ്ഞത് 70,000 കോടി രൂപയുടെ സാമ്പത്തിക ലാഭം ലഭിച്ചുകൊണ്ടേയിരുന്നു. അത് അവസാനിപ്പിക്കണമെന്നാണ് ഈ പറയുന്ന ചട്ടമ്പി രാജ്യം ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്. ഏകപക്ഷീയമായി നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. തീർന്നില്ല. ഇന്ത്യക്ക് കയറ്റുമതിയിൽ ഏറെ മിച്ചം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അമേരിക്കയുമായിട്ടുള്ള കയറ്റുമതിയിലായിരുന്നു. അമേരിക്കയിലേക്കുള്ള വിഭവ കയറ്റുമതിയിൽ ഇന്ത്യ മിച്ചം ഡോളർ നേടുന്ന അവസ്ഥയിലായിരുന്നു. പകരം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിലവിലുള്ള കയറ്റുമതിയിൽ 100 ഇരട്ടി വർധനമുണ്ടാകണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, വലിയ സബ്സിഡിയിൽ അവിടുത്തെ കർഷകർ, സമ്പന്ന കർഷകർ ഉണ്ടാക്കുന്ന മാർക്കറ്റിൽ വില കുറച്ച് കിട്ടുന്ന കാർഷിക വിഭവങ്ങൾ ഏകപക്ഷീയമായി നമ്മുടെ രാജ്യത്തേക്ക് 0 ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ ചുങ്കരഹിതമായി ഇറക്കുമതി ചെയ്താൽ ഇന്ത്യയിലെ 60 കോടിയോളം വരുന്ന കർഷകരുടെ അവസ്ഥ കൂടുതൽ ദുരിതപൂർവമാകും. നോക്കൂ, ഇന്ത്യ എന്ന പരമാധികാര രാജ്യം എവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങണം, ഏതൊക്കെ രാജ്യവുമായി കച്ചവടം ചെയ്യണം എന്ന് നമ്മളായിരുന്നു തീരുമാനിച്ചിരുന്നെങ്കിൽ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്ര നേതൃത്വം ഇടപെടുകയും ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അത് ശരിവെക്കുന്നു എന്ന അവസ്ഥ ഏതൊരു ഇന്ത്യക്കാരെയും വല്ലാതെ തലകുലിപ്പിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്.